കോഴിക്കോട് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലായിരുന്ന ആ കുട്ടി കൂടി മരിച്ചിരിക്കുകയാണ്. ഫറോക്ക് കോളേജ് സ്വദേശി മൃദുലാണ് മരിച്ചത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3 വളരെ ഗൗരവതരമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ മുൻപിലുള്ളത്. ജോഷില കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി കോഴിക്കോട് നിന്ന്. ജോഷില, രാവിലെ ഗുഡ് മോർണിംഗ് നൽകുന്നില്ല, കാരണം ശുഭദിനം പറഞ്ഞുകൊണ്ട് തുടങ്ങേണ്ട ഒരു വാർത്തയല്ല കോഴിക്കോട് നിന്ന് വരുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരു കുട്ടി കൂടി മരിച്ചിരിക്കുകയാണ്. ഫറോക്ക് കോളേജ് സ്വദേശിയായ മൃദുലാണ് മരിച്ചത്. ഇതിപ്പോൾ മരണം 3 സാഹചര്യം ഗൗരവതരമാണ്. തീർച്ചയായും മനു, ഒരു നല്ല ശുഭകരമായ ഒരു വാർത്തയല്ല, ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചത്. ഫറോക്ക് സ്വദേശിയാണ് മൃദുൽ. 12 വയസ്സ് മാത്രമേ കുട്ടിക്കുള്ളൂ. നേരത്തെ തന്നെ രാമനാട്ടുകരയിലെ അച്ഛൻ കുളത്ത് കുളിച്ചിരുന്നു എന്നുള്ള ഒരു വിവരമുണ്ട്. ജൂൺ 24 മുതലാണ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പനിയും ജലദോഷത്തെയും തുടർന്ന് പ്രവേശിപ്പിച്ചത്. അപ്പോൾ തന്നെ വെന്റിലേറ്ററിലാക്കിയിരുന്നു. പക്ഷെ അതിനു മുൻപ് തന്നെ ഈ പനിയും ജലദോഷവും ബാധിച്ച് പല ആശുപത്രികളിലും ചികിത്സ തേടിയിരുന്നു. ഈ ഒരു രോഗത്തിന്റെ പ്രത്യേകത ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. എന്നാൽ പോലും ഈ കുളത്തിൽ കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിൽ നിന്നുള്ള അമീബ മൂക്ക് വഴി മസ്തിഷ്കത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് കൂടുതൽ അപകടകാരിയായി മാറും. 95% മുതൽ 100% വരെയാണ് ഇതിന്റെ മരണനിരക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലം കൂടിയാണ്. കുളങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുകയാണ്. കുട്ടികൾ സ്വാഭാവികമായും അടുത്തുള്ള തോടുകളിലും അതുപോലെ തന്നെ കുളങ്ങളിലെല്ലാം കുളിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ വേനൽക്കാലം കെട്ടിക്കിടന്ന ജലാശയങ്ങളിൽ കുട്ടികൾ കുളിച്ചിരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു അസുഖം ഇപ്പോൾ പടർന്നു പിടിക്കുന്നത് അല്ലെങ്കിൽ വരുന്നത് എന്നുള്ളതാണ് പങ്കുവെക്കാനുള്ളത്. ഈ കുട്ടി അച്ഛൻ കുളത്ത് കുളിച്ചിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നേരത്തെ തന്നെ തോട്ടട സ്വദേശിയായ ഒരു കുട്ടിക്ക് 5 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു അസുഖം ബാധിച്ചതായി മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ആ കുട്ടി മൂന്നാറിൽ ടൂർ പോയിരുന്നു. ആ സമയത്ത് റിസോർട്ടിലെ നീന്തൽക്കുളത്തിൽ കുളിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് ഈ അസുഖം ബാധിച്ചിട്ടുള്ളത്. എന്നാൽ പെട്ടെന്ന് പനിയും ജലദോഷവും വന്നപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. 5 മാസത്തിന് ശേഷമാണ് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തിക്കോടി സ്വദേശിയായ ഒരു കുട്ടിയുടെ റിസൾട്ട് ഇന്ന് വരേണ്ടതുണ്ട്. പോണ്ടിച്ചേരിയിലേക്ക് അയച്ചിരിക്കുകയാണ് PCR ടെസ്റ്റിനായി. അതിന്റെ റിസൾട്ട് ഇന്ന് വരേണ്ടതുണ്ട്. അതും പേടിപ്പെടുത്തുന്ന ഒരു റിസൾട്ട് ആവാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു കുട്ടി കൂടി ഈ കുട്ടിയോടൊപ്പം ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു. ആ കുട്ടിയുടെ നില സ്റ്റേബിൾ ആണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും 2 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ഒരു കുട്ടിയുടെ റിസൾട്ട് ഇന്ന് വരാനുണ്ട് എന്നുള്ളതാണ് സങ്കടകരമായ ഒരു കാര്യം കൂടി പങ്കുവെക്കാനുള്ളത്. ഇതിന്റെ ഒരു മരണനിരക്കിന്റെ ഒരു പ്രശ്നം കൂടി ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയേണ്ടി വരുന്നത്. എന്തായാലും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. കുട്ടികളടക്കം ജലാശയങ്ങളിൽ ഇപ്പോൾ കുളിക്കുന്ന സമയമാണ്. കാരണം നമ്മളൊക്കെ ഈ പറയുന്ന നമ്മളൊക്കെ ഒരു അവസരം കിട്ടിയാൽ ഇതുപോലെ കുളങ്ങളിലോ തോടുകളിലോ ഒക്കെ ചാടി കുളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം അത് സ്വാഭാവികമാണ്, നമ്മുടെ ഒരു പഴയ ഓർമ്മകളിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ്. പക്ഷേ അത് മലിനമായി കിടക്കുന്ന ഇടമാണോ കെട്ടിക്കിടക്കുന്ന വെള്ളമാണോ എന്നൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം അതിലോട്ട് ഇറങ്ങാൻ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സംഭവങ്ങൾ നമ്മളോട് പറയുന്നത്. തീർച്ചയായും മനു, മറ്റൊരു കാര്യം, ഈ റിസോർട്ടുകളിലെല്ലാം തന്നെ പരമാവധി വെള്ളം ക്ലോറിനേഷൻ ചെയ്യണം എന്ന് ആരോഗ്യവകുപ്പ് അടക്കം നിർദ്ദേശിച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ്. നഗരസഭകളായാലും പഞ്ചായത്തുകളായാലും ഒക്കെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ഇതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ്. ജലാശയങ്ങൾ ക്ലോറിനേഷൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അത് പരമാവധി ശ്രദ്ധിക്കേണ്ട ഒരു സമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ്. 3 കുട്ടികളാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. 3 കുട്ടികൾ മരിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ഇനി ഒരു കുട്ടിക്ക് ഇത് വരാതിരിക്കാൻ ജലാശയങ്ങൾ ക്ലോറിനേഷൻ ചെയ്യുക, കൂടുതൽ ശ്രദ്ധിക്കുക. കുട്ടികളെ അടക്കം, പ്രത്യേകിച്ച് കുട്ടികൾക്കാണ് ഇത് കൂടുതലായി വന്നു ചേരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ജലാശയങ്ങളിൽ ഇറക്കാതിരിക്കുക. വളരെ പതിയാണല്ലേ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പ്രകടമാവുക. അപ്പോഴേക്കും
ഇതതിൻ്റെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു അതാണൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതിൽ നേരിടുന്നത്, അല്ലേ? തീർച്ചയായും ഇത് വന്നാൽ ആദ്യം സാധാരണ നിലയിൽ പനിയും ജലദോഷവും ഒക്കെയാണ് കണ്ടുവരുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആദ്യം തന്നെ ഇത് മസ്തിഷ്ക ജ്വരമാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. പിന്നീട് PCR ടെസ്റ്റ് അടക്കം വന്നതിന് ശേഷം മാത്രമേ ഇത് ആ രീതിയിലേക്ക് നമ്മൾ ആരും തന്നെ പെട്ടെന്ന് ജലദോഷമോ പനിയോ വന്നാൽ ആ രീതിയിലേക്ക് ചിന്തിക്കാൻ പോകാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഇത്തരത്തിൽ ജലാശയങ്ങൾ മറ്റോ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത് തന്നെയാണ്. ഡോക്ടർമാരോടടക്കം ചികിത്സിക്കുന്ന ആളുകളോടടക്കം ഇത് പങ്കുവെക്കാൻ തയ്യാറാണ്. ഇത് കണ്ടെത്താനുള്ള വഴികൾ ആരായണം എന്നൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. എന്തായാലും വലിയൊരു പ്രതിരോധ മാർഗം തന്നെ സൃഷ്ടിക്കേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. മനു. ശരി ജോഷില, ഒരു പുതിയ വെല്ലുവിളിയാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ. ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്ന രോഗബാധ, ഇതിൻ്റെ ഏറ്റവും അപകടകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് 95 മുതൽ 100% വരെയാണ്. അതായത് രോഗം ബാധിച്ചാൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ് എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. നമ്മൾ ഇപ്പോൾ ജലാശയങ്ങളിൽ, കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങളിലൊക്കെ ഇറങ്ങി കുളിക്കുമ്പോൾ മലിനമായിട്ടുണ്ടെങ്കിൽ അതിൽ ഈ ബാക്ടീരിയ ഉണ്ടാകാം. അത് നമ്മുടെ മൂക്കിലൂടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയും പിന്നെ തലച്ചോറിലേക്ക് കടന്ന് അവിടെ പ്രവർത്തിക്കുകയും മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നതാണ് ഈ രോഗത്തിൻ്റെ ഒരു സവിശേഷത. മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത, തുടക്കത്തിൽ ചെറിയ പനിയും ജലദോഷവും ഒക്കെ ആയിരിക്കും ലക്ഷണം കാണിക്കുക. സാധാരണ പനിയാണ്, ജലദോഷമാണെന്നായിരിക്കും നമ്മളൊക്കെ കരുതുക. പക്ഷേ ഇത് അതിൻ്റെ ലക്ഷണമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. പിന്നീട് ആ അസുഖം ഗുരുതരമായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ PCR ടെസ്റ്റ് നടത്തിയാൽ മാത്രമേ ഇത് ഈ പറയുന്ന അമീബിക് മസ്തിഷ്ക ജ്വരമാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. 3 കുഞ്ഞുങ്ങളുടെ ജീവനാണ് നമുക്ക് നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെ ഗൗരവത്തോടെ ഈ സാഹചര്യത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ മുൻകൈ എടുക്കണമെന്നതാണ്. കാരണം നാട്ടിൻപുറങ്ങളിലും നാടുകളിലുമൊക്കെ ഒരുപാട് ജലാശയങ്ങൾ, കുളങ്ങൾ, തോടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ അത് മലിനമായി കിടക്കുന്നതാണോ, അത് ശുദ്ധമായ ജലമാണോ എന്ന് ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, വലിയ റിസോർട്ടുകളിലൊക്കെ സ്വിമ്മിംഗ് പൂളുകളൊക്കെ ശുദ്ധമായിട്ടുണ്ടോ, ക്ലോറിനേഷൻ ചെയ്തിട്ടുണ്ടോ, ഈ വിനോദ പാർക്കുകൾ, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, അവിടെയൊക്കെയുള്ള വാട്ടർ റൈഡുകൾ, ഇതൊക്കെ ക്ലോറിനേഷൻ ചെയ്യുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു ഗൗരവതരമായ സാഹചര്യം നമ്മുടെ മുൻപിലുണ്ട്.